ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രാവിലെ ആയാലും അല്ലെങ്കിൽ രാത്രിയിലായാലും ഗോതമ്പ് പൊടി വെച്ചിട്ട് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് മൈദ കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് മുഴുവൻ മൈദ എടുക്കാം അല്ലെങ്കിൽ മുഴുവൻ ഗോതമ്പ് പൊടി എടുക്കാം, അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ആദ്യം കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും, എന്നാലും ഇപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉപ്പൊന്നും ചേർക്കാതെയാണ് പുഴുങ്ങിയിട്ടുള്ളത്. അത് ഇതുപോലെ നമുക്കൊരു ഫോർക്കോ മറ്റോ വെച്ചിട്ട് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് ഉടച്ചെടുത്തിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം പച്ചമുളകായാലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണ് മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തതും ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് മിക്സാക്കി എടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ടാണ് ഈ ബാറ്റർ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ വീണ്ടും ഒരു 1/2 കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ തന്നെയാണ് വേണ്ടത്, എന്നാലും പാകത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം 1.5 കപ്പും പിന്നെ ഒരു 1/2 കപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഈ ബാറ്റർ വേണ്ടത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര വട്ടത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് പരത്തിയെടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ വട്ടം കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മാവ് കൂട്ടി ഒഴിച്ചിട്ട് അത് പരത്തിയെടുത്താൽ മതി. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെച്ച് വേവിക്കുന്നത്. മുടി തുറന്നതിന് ശേഷം നമുക്കതിന് മുകളിലൂടെ കുറച്ച് ഓയിലോ നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ആ സൈഡ് കൂടി ഒന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ആ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശകളെല്ലാം ചുട്ടെടുക്കാം. വളരെ പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ദോശകളും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ദോശയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ചമ്മന്തിയോ കറിയൊക്കെ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് സാധാരണ തേങ്ങാ ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും കഴിക്കാൻ. നമുക്ക് രാത്രിയിലായാലും അല്ലെങ്കിൽ രാവിലെ ആയാലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ദോശയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.